നമസ്കാരം, ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബഡ്ഡീസെ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇടുക്കി ജില്ലയിലെ തൂക്കുപാലത്തിനടുത്തുള്ള പുഷ്പകണ്ഡത്തെ പള്ളിമെട്ട്, അണക്കരമെട്ട്, കാറ്റാടിപ്പാടം വ്യൂ പോയിന്റ് ദൃശ്യങ്ങളാണ്. തൂക്കുപാലത്തു നിന്ന് ഏകദേശം 4 കിലോമീറ്ററാണ് പുഷ്പകണ്ഡം എന്ന പ്രദേശത്തേക്കുള്ളത്. പുഷ്പകണ്ഡത്തിന് സമീപത്തായിട്ടുള്ള 2 വ്യൂ പോയിന്റും കാറ്റാടിപ്പാടങ്ങളുമാണ് ഞാൻ നിങ്ങൾക്കായി ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. തൂക്കുപാലത്ത് നിന്ന് രാമക്കൽമേട് റോഡിലേക്ക് പ്രവേശിച്ച് ഏകദേശം ഒരു 400-500 മീറ്ററോളം വന്നു കഴിഞ്ഞാൽ പുഷ്പകണ്ഡത്തിലേക്കുള്ള റോഡിലേക്ക് എത്തും. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് നേരെ പുഷ്പകണ്ഡത്തെ റോഡിലേക്ക് കയറുക. അവിടെ നിന്നൊരു 4 കിലോമീറ്ററോളം ഏകദേശം പുഷ്പകണ്ഡം എന്ന പ്രദേശത്തേക്ക് ഉണ്ട്. തൂക്കുപാലം പുഷ്പകണ്ഡ റോഡ് അത്യാവശ്യം നല്ല കയറ്റമുള്ള റോഡാണ്. വളരെ ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിച്ച് പുഷ്പകണ്ഡത്തേക്ക് വരാൻ. കയറ്റം കയറി മുമ്പോട്ട് പോകുമ്പോൾ തന്നെ മെയിൻ റോഡിലേക്ക് ചെല്ലും. മെയിൻ റോഡിലേക്ക് ചെന്നാൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ ഏകദേശം ഒരു 500 മീറ്ററോളം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പള്ളിമെട്ട് വ്യൂ പോയിന്റ് ആയി. ബഡീസ്, നമുക്ക് പതിവ് കഥ പറച്ചിലേക്ക് പോകാം. ഇടയ്ക്കിടയ്ക്കായിട്ട് യാത്രയുടെ വിവരണങ്ങളും പറഞ്ഞു തരാം. ഇന്നത്തെ തിരക്ക് പിടിച്ച ഈ ജീവിത സാഹചര്യത്തിൽ രാവിലെ ഉറക്കമുണരുമ്പോൾ തന്നെ 100,000 പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മൾ എഴുന്നേറ്റ് വരുന്നത്. പലർക്കും പല പ്രശ്നങ്ങളാണ്. സാമ്പത്തിക ബാധ്യതകൾ, ജോലിയിലുള്ള പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ. ചില ദിവസങ്ങൾ രാവിലെ ഉറക്കമുണരുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കാറുണ്ട്, ഇന്നൊക്കെ എന്തൊക്കെ വള്ളികളാണോ പിടിക്കാനുള്ളതെന്ന്. എല്ലാവരും ഓരോരോ ജീവിതമാർഗവുമായി നമ്മൾ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ പ്രതിസന്ധികൾ സർവ്വസാധാരണമാണ്. പ്രശ്നങ്ങളെ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്നത് വ്യത്യസ്തമായ രീതികളിലാണ്. കഥകൾ പറഞ്ഞു പറഞ്ഞ് നമ്മളിപ്പോൾ കാറ്റാടിപ്പാടത്ത് എത്തിയിട്ടുണ്ട്. ഇടുങ്ങിയ വഴിയാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, സ്വർഗത്തിലേക്കുള്ള പാത ഇടുങ്ങിയതാണെന്ന്. ബഡീസെ, അതിശയോക്തിയല്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ ഇതാണ് സ്വർഗം. ഇളം തണുപ്പ്, കാറ്റിന്റെ ഇരമ്പൽ, പക്ഷികളെ സംഗീതം, ആഹാ, മറ്റെന്ത് വേണം. നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തിയ കഥയില്ലേ, ആ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ഏതെങ്കിലും ഡെസ്റ്റിനേഷനിലേക്ക് വന്നാൽ മതി. നമ്മളെല്ലാം മറന്നൊരു 10 മിനിറ്റ് നേരം അവിടെ ഇരിക്കണം. കാറ്റിന്റെ ഇരമ്പൽ കേൾക്കണം, പക്ഷികളുടെ സംഗീതം ആസ്വദിക്കണം, എങ്ങോട്ടൊന്നില്ലാതെ കുറച്ചു നേരം ചുറ്റിത്തിരിയണം. ബഡീസ, ഞാൻ പറഞ്ഞ ഈ രീതി ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ. ഉറപ്പായിട്ടും ഒരു ആശ്വാസം കിട്ടും. ദൃശ്യങ്ങളിലേക്ക് വന്നാൽ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മലകൾ, അങ്ങിങ്ങായി കാറ്റാടി, അകമ്പടി സേവിക്കാൻ മന്ദമാരുതൻ, പിന്നെന്ത് വേണം. എന്നിലെ കവി ഉണരുകയാണ് സുഹൃത്തുക്കളെ, ഉണരുകയാണ്. ബഡീസ, ഞാൻ മറ്റൊരു കഥ പറയാം കേട്ടോ. ആപ്പിൾ കമ്പനിയുടെ സിഇഒയും ഫൗണ്ടറുമായ സ്റ്റീവ് ജോബ്സ് ക്യാൻസർ ബാധിച്ച് 2011 മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പങ്കുവെച്ച 1-2 കാര്യങ്ങളാണ് ബഡീസ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫെബ്രുവരി 24, 1955 കാലിഫോർണിയയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മരിച്ചത് ഒക്ടോബർ 5 2011. മരണത്തിന് മുമ്പായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ആർട്ടിക്കിളുകളായി പലരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 56 വയസ്സായിരുന്നു മരണസമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം. 4 മക്കളുണ്ടായിരുന്നു. ഭാര്യ 1991 തന്നെ മരണപ്പെട്ടു. ഡിഗ്രി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുന്നത്. $10.2 ബില്യൺ ആസ്തി ഉണ്ടായിരുന്നു മരണസമയത്ത്. അതായത് 10,020 കോടി ഡോളർ. ഇന്ത്യൻ കറൻസിയിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം കോടി രൂപ. ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്. അദ്ദേഹം എഴുതി വെച്ച കാര്യത്തിന്റെ മലയാള പരിഭാഷ ഏകദേശം ഇങ്ങനെയാണ്: മറ്റുള്ളവരുടെ നോട്ടത്തിൽ എൻ്റെ ജീവിതം വലിയ വിജയം തന്നെയാണ്. എന്നാൽ ജോലിക്ക് പുറത്ത് സന്തോഷം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അത് വലിയ തിരിച്ചറിവാണ്. നമ്മളൊക്കെ ജോലിയും ബിസിനസ്സുമായി മുന്നോട്ട് പോകുമ്പോൾ ഹാപ്പിനെസ് മറന്നുപോകും. തുടർന്ന് അദ്ദേഹം വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്: അത്യാധുനികമായി സമ്പത്ത് ആർജിക്കുക എന്നത് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. ഈ മരണക്കിടക്കയിൽ കിടന്ന് എൻ്റെ ജീവിതത്തെ ഞാൻ പുനർചിന്തനം ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അഭിമാനിച്ചിരുന്ന എൻ്റെ സമ്പത്തും അംഗീകാരങ്ങളും എല്ലാം മങ്ങിപ്പോയിരിക്കുന്നുവെന്ന്. അതെല്ലാം ആസന്നമായ മരണത്തിന് മുമ്പിൽ അപ്രസക്തമായിരിക്കുന്നു. വാഹനം ഓടിക്കാൻ വേണമെങ്കിൽ നമുക്കൊരു ഡ്രൈവറെ വെക്കാം, ജോലിക്ക് വേറെ ആളെ വെക്കാം. രോഗങ്ങളോ വേദനകളോ സഹിക്കുവാനോ നിങ്ങൾക്ക് വേണ്ടി മരിക്കുവാനോ വേറൊരാളെ നിയമിക്കാൻ പറ്റത്തില്ല. നഷ്ടപ്പെട്ട ഒരു വസ്തു നിങ്ങൾക്ക് തേടി കണ്ടുപിടിക്കാം, എന്നാൽ നഷ്ടപ്പെട്ട ഒന്ന് മാത്രം തിരികെ പിടിക്കാൻ പറ്റത്തില്ല. അതാണ് ജീവിതം. അദ്ദേഹം വീണ്ടും തുടർന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലാണെങ്കിലും ജീവിതത്തിന്റെ കർട്ടൻ വീഴുന്ന ഒരു നാൾ വരും. അതുകൊണ്ട് മാതാവ്, പിതാവ്, കുട്ടികൾ, ഭാര്യ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവരോടൊപ്പം നന്നായി പെരുമാറുക.
നമുക്ക് പ്രായം കൂടി വരികയും വികാരം ബുദ്ധിക്ക് വഴിമാറുകയും ചെയ്യുമ്പോൾ നമുക്ക് പതുക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി വരും. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് കേട്ടോ ബഡ്ഡിസേ. $300 വാച്ചും $30 വാച്ചും കാണിക്കുന്ന സമയം ഒന്ന് തന്നെയാണ്. 5 ലക്ഷം രൂപയുടെ വാഹനം ഉപയോഗിച്ചാലും 50 ലക്ഷം രൂപയുടെ വാഹനം ഉപയോഗിച്ചാലും വഴിയും അകലും ഒന്ന് തന്നെ ആയിരിക്കും. 2 വണ്ടികളും ഒരുപോലെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെ ആയിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ സഞ്ചരിച്ചാലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾക്ക് സംസാരിക്കാൻ രക്ഷിതാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാരൊക്കെ ഉള്ളപ്പോൾ അവരോടൊത്ത് ചിരിക്കുക, സന്തോഷിക്കുക. പിന്നെ പറയുന്നത്, നിങ്ങളുടെ മക്കളെ സമ്പന്നരാകാൻ മാത്രം പഠിപ്പിക്കരുത്, അവരെ സന്തോഷമായിരിക്കാൻ പഠിപ്പിക്കുക. അപ്പോൾ ബഡ്ഡീസെ, നമ്മൾ സംസാരിച്ച് ഒരുപാട് കാട് കയറി പോയല്ലേ. സംസാരത്തിനിടയ്ക്ക് നിങ്ങൾ വീഡിയോയിലെ ദൃശ്യങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു. നമ്മൾ സംസാരിച്ച് ആദ്യത്തെ വ്യൂ പോയിന്റ് കണ്ടിറങ്ങി അണക്കരമെട്ട് വ്യൂ പോയിന്റിൽ എത്തിയായിരുന്നു കേട്ടോ. രണ്ടിടത്തെയും ദൃശ്യങ്ങൾ വളരെ മനോഹരമായിരുന്നു കേട്ടോ. പറ്റുന്ന രീതിയിലൊക്കെ അത് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. ഈ അണക്കരമെട്ട് കാറ്റാടിഭാഗ പ്രദേശത്ത് നല്ല രീതിയിൽ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. റിസോർട്ടുകളുടെയൊക്കെ നിർമ്മാണമാണെന്ന് തോന്നുന്നു. ബഡ്ഡീസെ, പിന്നെ എൻ്റെ സംസാര ശൈലി മാറ്റണമെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് കേട്ടോ. ഞാൻ പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കി, എല്ലാം യാന്ത്രികമായി പോകും. എൻ്റെ ശൈലി ഇങ്ങനെയാണ്. ബഡ്ഡീസെ, നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ യാത്ര പോകണം കേട്ടോ. യാത്ര എന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ദൂര സ്ഥലങ്ങളാണ്. ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള നമ്മുടെ അടുത്തുള്ള ചെറിയ പ്രദേശങ്ങളും കൂടി സന്ദർശിക്കണേ. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതുപോലെ എല്ലാവർക്കും വിദേശ രാജ്യങ്ങളൊന്നും സന്ദർശിക്കാൻ പറ്റണമെന്നില്ല. എന്നാലും ഇതുപോലെയുള്ള ചെറിയ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് പോകാമല്ലോ. അപ്പൊ സ്ഥലങ്ങളൊക്കെ കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. പതുക്കെ തിരിഞ്ഞ് പുഷ്പക്കണ്ടത്ത് വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് തൂക്കുപാലത്തേക്ക് തിരിച്ചു പോയി. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ബഡ്ഡീസ്, നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം കേട്ടോ. അപ്പം താങ്ക് യു.